അപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കി തന്ന പാസ്ത കണ്ടാലോ. അതിനാദ്യം ആവശ്യമുള്ളത് വെളുത്തുള്ളി, സബോള, പിന്നെ നമ്മുടെ ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, ഇഞ്ചി തുടങ്ങിയ ഐറ്റംസാണ് ആദ്യം നമുക്ക് വേണ്ടത്. ഇതെല്ലാം നമ്മൾ കുനാന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. കുനാന്ന് തന്നെ അരിയണം, വലിയ പീസാക്കിയിട്ട് അരിയാൻ പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പാസ്ത. ഞാനിപ്പോൾ ഇങ്ങനത്തെ പാസ്ത മേടിച്ചത്. മുന്നേ ഞാൻ മേടിച്ചത് മാക്രോണി എന്ന് തോന്നുന്നു. ഇത് ഇപ്പോൾ സ്പ്രിങ് പോലത്തെ പാസ്ത. ആദ്യം ബട്ടറൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം നന്നായിട്ട് അതിലങ്ങോട്ട് സോട്ട് ചെയ്തെടുക്കുക, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇതേപോലെ മുരിച്ച് കരിച്ചെല്ലാം ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി വേണ്ട കേട്ടോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ സോസ്, ടൊമാറ്റോ സോസും ചില്ലി സോസുമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. വേറെ സോസൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്. പക്ഷേ ഭയങ്കര എരിവായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് കുരുമുളക് പൊടിന് വാരി വിതറുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പാസ്ത, അതായത് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള നമ്മുടെ പാസ്തനെ ഇട്ടിട്ട് ഇളക്കി സംഭവം എനിക്കിത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് കിട്ടിയത്. ഞാൻ ആലോചിച്ചില്ല ഇത് കുറച്ചിങ്ങനെ എന്താ പറയുക, ക്രീമി ടെക്സ്ചർ ആക്കാൻ വേണ്ടിയിട്ട്. എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇരിഞ്ഞിട്ട് വായിൽ വയ്ക്കാൻ പറ്റിയില്ല എന്ന് മാത്രം. എന്നാലും ഞാനത് തിന്ന് തീർത്തു ഗൈസ്, കാരണം അത് കളയാൻ വയ്യ. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച എൻ്റെ സ്വന്തം പാസ്ത ആയതുകൊണ്ട് തന്നെ സംഭവം അങ്ങനെ അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാസ്ത. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്.